بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. റബ്ബ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ ഖബറിടം അല്ലാഹു സ്വർഗീയമായ ആരാമങ്ങളാക്കി സന്തോഷിപ്പിക്കട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിരിക്കുന്ന ആളുകളുടെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. വുളൂ എന്ന് പറയുന്ന പുണ്യകർമ്മം ഒരു ഇബാദത്ത് എന്നതിൽ ഉപരി ശരീരത്തിന്റെ ബാഹ്യവും ആന്തരികവുമായ ഒരു ശുദ്ധീകരണ കർമ്മവും കൂടിയാണ്. ഒരു മനുഷ്യൻ അത് അനിഷേധ്യമായി 5 പ്രാവശ്യം നിർബന്ധമായും എടുക്കുന്നു എന്നൊരു സംവിധാനത്തിലാണ് പരിശുദ്ധ മതം മനുഷ്യ ജീവിതത്തെ കൊണ്ടുപോയി എത്തിക്കുന്നത്. അള്ളാഹു അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ തന്നെ നിർവഹിക്കാനും എല്ലാ നിലക്കുമുള്ള ഗുണങ്ങൾ, ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഗുണങ്ങൾ സ്വായത്തമാക്കാനും സാധുക്കളായ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. വുളൂ എന്ന് പറയുന്ന പുണ്യകർമ്മം നമ്മെ സംബന്ധിച്ചിടത്തോളം ധാരാളം കാര്യങ്ങൾക്ക് അനിവാര്യമായും സുന്നത്തായും വരുന്ന ഘട്ടങ്ങൾ ഉണ്ട് എന്നത് തീർച്ചയാണ്. നമ്മുടെ ജീവിതത്തിൽ വുളൂ ഒഴിച്ചു നിർത്താൻ കഴിയില്ല. വുളൂയിലൂടെ ലോകത്തിന് കൊടുക്കുന്ന ഒരു വലിയ മെസ്സേജ് കൂടി ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. 2-3 പ്രാവശ്യമായിട്ട് വുളൂ സംബന്ധമായ ക്ലാസുകൾ ഉണ്ടായപ്പോൾ പലരും എന്നെ വിളിച്ചും മെസ്സേജ് ചെയ്തും ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. വുളൂയിലൂടെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വെള്ളത്തിന്റെ വിലയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന ഒരു ചെറിയ ചർച്ച ഇതിനോടനുബന്ധമായും ചേർക്കണം എന്ന് പറഞ്ഞിരുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വുളൂ പുണ്യമാണ്. അതോടൊപ്പം വുളൂ ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശം വെള്ളം അമൂല്യമാണ് എന്ന മെസ്സേജാണ്. തുടക്കത്തിൽ തന്നെ ഒരു ദുആ അതിലേക്കാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ കുളിയും വുളൂഉം എല്ലാം നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്. അവിടുന്ന് ഒരു മുദ്ദ് വെള്ളം കൊണ്ട് വുളൂ ചെയ്തതായി ഹദീസിൽ കാണാം. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 2 കൈയും ചേർത്ത് പിടിച്ചാൽ ഇതിൽ കൊള്ളാവുന്ന വെള്ളം എത്രയോ അത്രയും വെള്ളം കൊണ്ട് വുളൂ ചെയ്തതായി ഹദീസിൽ കാണാം. ഇതുപോലത്തെ 4 മുദ്ദ് ചേർത്ത് വെച്ചാൽ ഒരു സ്വാഇ അളവ് എന്ന് പറയും. ഇങ്ങനെ 4 കോരൽ, അത്രയും വെള്ളം കൊണ്ട് ശരീരം ശുദ്ധീകരിക്കുക, കുളിക്കുക വഴി ശരീരത്തിന് ശുദ്ധി വരുത്തിയും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളത്തിന്റെ മൂല്യത്തെ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. 4 മുദ്ദ് വെള്ളം, അതായത് ഒരു സ്വാഇ വെള്ളം കൊണ്ട് കുളിച്ചിട്ടുണ്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും വലിയ ഒരു പ്രാധാന്യം വെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഈ ചരിത്രങ്ങൾ നമ്മുടെ മുന്നിൽ സമ്മാനിക്കുമ്പോൾ വെള്ളം അമൂല്യമാണ് എന്ന മെസ്സേജ് ലോകത്തോട് പറയുകയാണ് ഓരോ പ്രാവശ്യത്തെ ഓരോ വുളൂ. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. വുളൂയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ അതിന്റെ സമാരംഭത്തിൽ ഒരു ദുആ ഉണ്ട്. വുളൂവിന്റെ സുന്നത്തുകളെ ഞാൻ എടുക്കുന്നു എന്ന നെയ്യത്തോടുകൂടെ നമ്മൾ കൈയിങ്ങനെ കഴുകാണ്. തുടക്കത്തിൽ മുൻകൈ കഴുകാണ്. ആ സമയത്ത് നെയ്യത്ത് വെക്കണം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു, സുന്നത്തിന്റെ കൂലി കിട്ടാൻ വേണ്ടിയിട്ട്, ആ തുടക്കത്തിലുള്ള സുന്നത്തുകളുടെ കൂലി കിട്ടാൻ വേണ്ടിയിട്ട് വുളൂവിന്റെ സുന്നത്തുകൾ ഞാൻ എടുക്കുന്നു എന്ന നെയ്യത്താണ് ആദ്യം വെക്കേണ്ടത്. എന്നിട്ട് ഇങ്ങനെ കൈ കഴുകാണ്. അപ്പോൾ ഒരു ദിക്റുണ്ട്, ഒരു ദുആ ഉണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الحمد لله الذي جعل الماء طهورا. ഈ ദുആ വലിയ പ്രാധാന്യമുണ്ട്. ഈ ദുആ കൊടുക്കുന്ന അർത്ഥം, അതിന്റെ മെസ്സേജ് വലുതാണ്.
ആദ്യം രണ്ട് ഷഹാദത്താണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. പൂർണ്ണമായ രണ്ട് ഷഹാദത്ത് ഒരാൾ ഇസ്ലാമിൽ വരാൻ വേണ്ടി അയാളുടെ നാവിൻ തുമ്പിൽ വരേണ്ട അനിവാര്യ വചനമായ ഷഹാദത്ത്. ഇസ്ലാമിന്റെ ആദ്യ ഭാഗം ഷഹാദത്ത് ഉളൂവിന്റെ ആദ്യത്തിൽ കൊണ്ടുവന്നു. ഷഹാദത്ത് കഴിഞ്ഞാൽ പിന്നെ പറയുന്ന വർത്താനം എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. അല്ലാഹുവേ നിനക്ക് സ്തുതി. പിന്നെ പറയുന്നത് റബ്ബിന് സ്തുതി പറയാണ്. എന്തിനാണെന്നറിയുമോ? ജഅലൽ മാഅ, ഞാൻ ഈ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളത്തെ റബ്ബേ നീ ആക്കി തന്നല്ലോ. തഹൂറ, ശുദ്ധീകരണത്തിന് യോജിക്കുന്ന വിധം ക്വാണ്ടിറ്റിയുള്ള വെള്ളമാക്കി തന്നല്ലോ അല്ലാ. വെള്ളത്തിലേക്കൊന്ന് ചിന്തിക്കാനുണ്ട് അവിടെ. ഈ വെള്ളം ഇങ്ങനെയാക്കി തന്നതിന് അള്ളാഹ്ക്ക് സ്തുതി പറഞ്ഞിട്ടാ ഉളൂ ചെയ്യാ. വെള്ളത്തിന്റെ അമൂല്യമായ അവസ്ഥയെക്കുറിച്ച്, വെള്ളം വിലയുള്ളതാണെന്ന് സമ്മതിക്കാണ് സത്യവിശ്വാസി ഉളൂവിന്റെ ആദ്യത്തിൽ തന്നെ. അമൂല്യം എന്ന് ഇനി എഴുതി വെക്കേണ്ടതില്ല. വെള്ളം പാഴാക്കരുത്, വെള്ളം അമൂല്യമാണെന്ന് ഉളൂ ചെയ്യുന്ന പൊതു ടാപ്പുകളിലും പള്ളിയുടെ പരിസരങ്ങളിലൊക്കെ എഴുതി വെക്കാറുണ്ട്. ഇനി അത് എഴുതി വെക്കണ്ട. കാരണം എന്താ? സത്യവിശ്വാസി പഠിച്ചു കഴിഞ്ഞു. അല്ലാഹുവേ അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ, ഞാൻ ഈ ഉളൂ ചെയ്യുന്ന വെള്ളത്തെ ശുദ്ധീകരണത്തിന് യോജിക്കും വിധം ഇതിന്റെ ക്വാണ്ടിറ്റി നിലനിർത്തി തന്ന അല്ലാ, നിനക്ക് ഞാൻ സ്തുതി പറയുന്നു തമ്പുരാനെ. അപ്പോൾ ഈ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി ഇല്ലാത്ത ഒരവസ്ഥ വന്നേക്കാം. വെള്ളം അത്ഭുതമാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. വെള്ളം അത്ഭുതമാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ H2O, 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടുമ്പോഴാണ് വെള്ളമാവുക. അത് നമുക്ക് പറയാനേ പറ്റൂ, ഉണ്ടാക്കാൻ പറ്റൂല. 2 ഹൈഡ്രജനെയും 1 ഓക്സിജനെയും സമ്മേളിപ്പിച്ചാൽ ഈ ആറ്റങ്ങൾ സംഗമിക്കുന്നിടത്ത് വെള്ളം സൃഷ്ടിക്കുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ സാഹസികമാണ്, സാധ്യമല്ല. H2O, 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ. 2 ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും കത്തുന്ന ഒരു വാതകമാണ്. ഓക്സിജൻ ആവട്ടെ പെട്രോൾ കത്തുന്ന പോലെ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. ഹൈഡ്രജനും ഓക്സിജനും കൂടുമ്പോൾ സ്വാഭാവികമായും അവിടെ സൃഷ്ടിക്കപ്പെടുന്നത് വലിയ ഒരു തീജ്വാലയാവേണ്ടതായിരുന്നു. എന്നിട്ടും തീജ്വാലകളെ അണച്ചു കളയുന്ന ഒരു വലിയ ഉപാധിയായി വെള്ളം മാറുന്നോടത്താണ് അലൻ സ്ക്യൂ പീറ്റർ എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരൻ ഒരു ഈശ്വര വിശ്വാസിയായി മാറുന്നത്. അദ്ദേഹം ആലോചിച്ചത് അതാണ്. അയാൾ ഒരു നിഷേധിയായിരുന്നു. കത്തുന്ന ഹൈഡ്രജനെയും കത്താൻ സഹായിക്കുന്ന ഓക്സിജനെയും സംഗമിപ്പിച്ച തമ്പുരാൻ ഒരു ആളിക്കത്തൽ സൃഷ്ടിക്കുന്നതിന് പകരം ആളിക്കത്തുന്നോടത്ത് ശമനമേകാൻ വരുന്ന അഗ്നിശമനത്തിന്റെ ഉപാധിയായി വെള്ളത്തെ മാറ്റിയത് ഒരു അത്ഭുതം എന്ന് ചിന്തിച്ച് ഒരു ഈശ്വര വിശ്വാസി ലോകത്ത് വരികയാണ് അലൻ സ്ക്യൂ പീറ്റർ എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരൻ. ഇത് നമ്മൾ ആലോചിക്കേണ്ടതാണല്ലോ. വെള്ളം ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും സംഗമ കേന്ദ്രമാകുന്നോടത്ത് അള്ളാഹു ഇവക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു ഐക്യബോധമുണ്ട്. ഇവർ പരസ്പരം സഹകരിക്കാണ്. ആ സഹകരണം അള്ളാഹു അവിടെ നിന്ന് എടുത്തു കളഞ്ഞാൽ വെള്ളത്തിന്റെ ഉള്ളിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ആ രസതന്ത്രം അള്ളാഹു അങ്ങ് മാറ്റിയാൽ കടല് കത്തും, കടൽ വെള്ളം കത്തുമെന്ന് ഖുർആൻ. ഇത് വെറുതെ പറഞ്ഞതല്ല. കടല് കത്തുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് പറഞ്ഞത് വെറുതെ അല്ല. കടല് കത്ത തന്നെ ചെയ്യും. കാരണം എന്താ? കടൽ വെള്ളം ഓക്സിജനും ഹൈഡ്രജനും അല്ലേ? അവക്കിടയിലുള്ളതായ ആ സംഗമത്തിന്റെ ഒരു രസത്തെ അള്ളാഹു അങ്ങ് എടുത്തു കളഞ്ഞാൽ വെള്ളം അമൂല്യമാണ്, എപ്പോ വേണമെങ്കിലും നഷ്ടപ്പെടാം. ഇങ്ങനെ വലിയൊരു ചിന്താ വിപ്ലവം തന്നെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉളൂയിലൂടെ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ എത്തിച്ചു ചേർക്കാണ്. അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് തരട്ടെ. ലോകം മുഴുവനും വെള്ളത്തെ ഓർമ്മപ്പെടുത്തുന്ന, വെള്ളത്തിന്റെ മൂല്യത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസം തന്നെ ആഘോഷിച്ചു പോകുന്നുണ്ട്, അല്ലെങ്കിൽ അനുസ്മരിച്ചു പോകുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭ കൃത്യമായി തന്നെ മാർച്ച് 21, 22, 23 യഥാക്രമം ലോക വനദിനം, ജലദിനം, കാലാവസ്ഥ ദിനം, ഇങ്ങനെ 3 ദിനങ്ങളെ പ്രഖ്യാപിച്ച് ലോകം മുഴുവനും വെള്ളത്തിന്റെ അമൂല്യമായ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചു
ആലോചിച്ചുകൊണ്ട് ലോകത്തിന്റെ മുന്നിൽ ഐക്യരാഷ്ട്രസഭ ഇങ്ങനെ ഒരു ചിന്താ വിപ്ലവത്തിന് 3 ദിവസത്തെ സമർപ്പിക്കുകയാണ്. ലോക വനദിനം, ജലദിനം, കാലാവസ്ഥ ദിനം, മാർച്ച് 21, 22, 23. അത്രത്തോളം ലോകത്ത് എല്ലാവരാലും ആവശ്യമായിരിക്കുന്ന ഒരു വലിയ പദാർത്ഥമാണ് വെള്ളം എന്നത്. എങ്ങനെ വെള്ളം ഭൂമിയിലേക്ക് എത്താം? വെള്ളം ഭൂമിയിലേക്ക് എത്തുന്നതിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആനിൽ നമുക്ക് കാണാം. വെള്ളം ഭൂമിയിലേക്ക് എത്തുന്നതിനെ കുറിച്ച് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ സുമ്മ യുഅല്ലിഫു ബൈനഹു സുമ്മ യജ്അലുഹു റുകാമൻ ഫതറൽ വദഖ യഖ്റുജു മിൻ ഖിലാലിഹി വയുനസ്സിലു من السماء من جبال فيها من برد فيصيب به من يشاء ويصرفه عن من يشاء يكاد سنا برقه يذهب بالأبصار. സൂറത്തുൻ നൂറിന്റെ 43-ാമത്തെ ആയത്ത്. എന്ത് രസകരമായ അള്ളാഹു വെള്ളത്തിനെ കുറിച്ച് പറയുന്നത്. അങ്ങ് കാണുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? അന്നല്ലാഹ യുസ്ജി സഹാബ, മേഘങ്ങളെ അള്ളാഹു തുളച്ചുകൊണ്ടു പോകുന്നത് കണ്ടിട്ടില്ലേ? സുമ്മ യുഅല്ലിഫു ബൈനഹു, പിന്നെ ഓരോ മേഘങ്ങളിൽ പരസ്പരം കൂട്ടിവെക്കാൻ യോജിക്കുന്ന ഷെയ്പ്പുള്ള മേഘങ്ങളെ അള്ളാഹു അടുപ്പിച്ചു കൊണ്ടുവന്നു. പിന്നെ ആ മേഘങ്ങളെ അള്ളാഹു ഇങ്ങനെ അട്ടിയായി വെച്ചു. എന്നിട്ടോ ഫതറൽ വദഖ യഖ്റുജു മിൻ ഖിലാലിഹി, മേഘങ്ങളുടെ ഇടയിലൂടെ മഴവെള്ളം ഇറ്റി വരികയാണ്. വയുനസ്സിലു മിനസ് സമാഇ മിൻ ജിബാലിൻ ഫീഹാ മിൻ ബർദ്, ആ പർവ്വത സമാനമായ മേഘപാളികളിൽ നിന്നും അള്ളാഹു ഐസ് കഷ്ണങ്ങൾ, ആലിപ്പഴങ്ങളെ, മഞ്ഞ് കട്ടകളെ, മഞ്ഞ് കണങ്ങളെ ഭൂമിയിലേക്ക് ഇറക്കുന്നതും അങ്ങ് കണ്ടില്ലേ? അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ഈ ജലസമ്പത്ത് എത്തിക്കും. അള്ളാഹു ഉദ്ദേശിച്ചവരിൽ നിന്നും അത് തിരിച്ചു വിടുകയും ചെയ്യും. റബ്ബിന്റെ റഹ്മത്താണ് മഴ എന്ന് പരിശുദ്ധ ഖുർആൻ. വെള്ളം അമൂല്യമാണ്. അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂന അഅതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മൂസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ. സൂറത്തുൽ വാഖിഅ. നിങ്ങൾ എനിക്ക് പറഞ്ഞതാ, നിങ്ങൾ കുടിക്കുന്ന കുടിവെള്ളത്തെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞതാ. നിങ്ങളാണോ അത് ഇറക്കിയത്, അതോ നാമാണോ മേഘങ്ങളിൽ നിന്നും അത് ഇറക്കിയത്? അം നഹ്നുൽ മൂസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അത് കുടിക്കാൻ യോഗ്യമല്ലാത്ത വിധം ഉപ്പുവെള്ളമാക്കി കളയുമായിരുന്നു. അള്ളാഹു കുടിവെള്ളത്തിന്റെ ക്വാണ്ടിറ്റി ലോകത്ത് നിലനിർത്തുന്നത് റബ്ബിന്റെ അത്ഭുതമാണ്, ദൃഷ്ടാന്തമാണ്. ആലോചിച്ചു നോക്കൂ, ഈ ഭൂമിയിൽ എത്രയോ വെള്ളത്തിന്റെ സമ്പത്തുണ്ട്. ഏറ്റവും കൂടുതൽ കടലല്ലേ, സമുദ്രമല്ലേ? അത് മുഴുവനും ഉപ്പല്ലേ? അല്പം മാത്രമാണ് നല്ല വെള്ളമുള്ളത്. 97% ഉപ്പുള്ള, 97% ഉപ്പുവെള്ളം. പിന്നെ ഉള്ളതിൽ ഒരു നല്ലൊരു ഭാഗം ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞ് കണങ്ങളാണ്, മഞ്ഞുകട്ടയാണ്, മഞ്ഞുമലയാണ്. പിന്നെയാണ് കുടിവെള്ളം ഉള്ളത്. അത് തന്നെ മലിനമായിക്കൊണ്ടിരിക്കുക. അറഅയ്തും ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ
അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് നമ്മൾ കുടിക്കുന്ന നമ്മുടെ കിണറിലെ വെള്ളം. ഒരു സുബഹി നേരത്ത് ഇൻ അസ്ബഹ മാഉകും, ഒരു സുബഹി നേരത്ത് നിങ്ങൾ വന്ന് നിങ്ങളുടെ കിണറുകളിലേക്ക് നോക്കിയപ്പോൾ ഗൗറ, നിങ്ങളുടെ കിണറിലെ വെള്ളം കാണുന്നില്ല. മലപ്പുറം ജില്ലയിൽ നിന്നും അടുത്ത ദിവസം ഒരു ലിസ്റ്റ് വന്നിരുന്നു. അതിൽ പറഞ്ഞത് എന്താ? 25 വർഷമായിട്ട് കുടിച്ചുകൊണ്ടിരുന്ന വെള്ളം കിണറിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആരടാ ഇങ്ങനെ അപ്രത്യക്ഷമാകുന്ന വെള്ളത്തെ ഇനി കൊണ്ടുവരിക? ആർക്കും കഴിയൂല എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈ അനുഗ്രഹത്തെ നമ്മിൽ നിലനിർത്തി തരട്ടെ. അതുകൊണ്ട് ഓരോ ഉളൂഉം നമ്മുടെ മുന്നിൽ പറയുന്ന ഏറ്റവും വലിയ മെസ്സേജ്, വെള്ളം അമൂല്യമാ, വെള്ളം അത്ഭുതമാ. വെള്ളം അത്ഭുതമാണ്. ഹൈഡ്രജനും ഓക്സിജനും സംഗമിച്ചോടത്ത് വലിയ തീപ്പന്തം ഉണ്ടാവേണ്ടതിന് പകരം തീ അണയ്ക്കാനുള്ള, അഗ്നിശമനത്തിനുള്ളതായ ഒരു വലിയ ഉപാധിയായി വെള്ളം മാറിയത് വെള്ളം അത്ഭുതമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്, മുത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, പവിഴത്തെ കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയാണ് മുത്തും പവിഴവുമെല്ലാം ഈ ലോകത്ത് ഉണ്ടാവുന്നത് എന്നറിയുമോ? അള്ളാഹുവിന്റെ ഖുർആനിന് വ്യാഖ്യാനം പറഞ്ഞുകൊണ്ട് മഹാനായ ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി ദുർറുൽ മൻസൂറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. യഖ്ലുഖുല്ലാഹുൽ ലുഅ ഫിൽ അസ്ദാഫി മിനൽ മത്രി തഫ്തഹുൽ അസ്ദാഫു അഫ്വാഹഹാ ഇൻദൽ മത്രി ഫൽലുഉൽ അദീമതു മിനൽ ഖുതറത്തിൽ അദീമത്തി വല്ലുഉൽ സഗീറതു മിനൽ ഖുതറത്തി സഗീറ. ഹബീബ് പഠിപ്പിക്കുന്നുണ്ട്, ചിപ്പിയുണ്ടല്ലോ അത് വായ തുറന്നു വെക്കും. മഴത്തുള്ളി ആകാശത്തിൽ നിന്നും ഉതിർന്നു വീഴുമ്പോൾ ചിപ്പിയുടെ വായന്റെ അകത്തേക്ക് വരുന്ന മഴത്തുള്ളിയാണ് പിന്നീട് ചിപ്പിക്കകത്ത് മുത്തായി രൂപപ്പെടുന്നതെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രവുമല്ല, വലിയ വലിയ മഴത്തുള്ളികളാണ് ചിപ്പിക്കകത്തെ വലിയ മുത്തെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ ചെറിയ മഴത്തുള്ളികളാണ് സമുദ്രത്തിന്റെ അത്ഭുതമായ ചിപ്പിയുടെ അകത്തെ ചെറിയ ചെറിയ മുത്തുകളെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇസ്ലാമിൽ എത്ര വിശാലം! അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര മനോഹരമായ ഭാഷയിൽ പഠിപ്പിച്ചു തരുന്നു. വെള്ളം അമൂല്യമാണ്. വുളൂ ചെയ്യുന്ന സഹോദര, വുളൂ ചെയ്യുന്ന സഹോദരി, എന്തിനാണ് ടാപ്പ് ഇങ്ങനെ തുറന്നുവിടാ? എന്തിനാ ടാപ്പ് തുറന്നുവിടാ? ഒഴുകുന്ന പുഴയിലാണെങ്കിൽ പോലും വുളൂ ചെയ്യുമ്പോൾ അലിയെ നീ ഇസ്രാഫ് കാണിക്കല്ലേ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ നിൽക്കുന്നത്. ടാപ്പ് ഇങ്ങനെ തുറന്നു വിട്ടിട്ട് കുറെ വെള്ളം കളയലല്ല. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാം. മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്, ഇന്നല്ലാഹ യർഫഉൽ മിയാഹ ഖബല യൗമിൽ ഖിയാമത്തി ഗൈറ സംസം. സംസം അല്ലാത്ത എല്ലാ വെള്ളത്തെയും ഖിയാമത്ത് നാളിന് മുമ്പ് അള്ളാഹു ഉയർത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് സംസം അല്ലാത്ത മറ്റെല്ലാ വെള്ളത്തെയും അള്ളാഹു ഉയർത്തുക എന്നുള്ളത്. 1992 അമേരിക്ക യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും തീരത്ത് തമ്പടിച്ചതിന്റെ പ്രധാന കാരണം ഈ വെള്ളം എന്ന് പറയുന്ന സമ്പത്ത് മോഹിച്ചുകൊണ്ടാണ്. വെള്ളം ലോകത്ത് ഇല്ലാതെ പോവാണ്. ഇത് അമേരിക്ക പഠിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹു യർഫഉൽ മിയാഹ ഖബല യൗമിൽ ഖിയാമത്തി ഗൈറ സംസം. സംസം അല്ലാത്ത സർവ്വ വെള്ളവും ഇവിടെ നിന്നും ഉയർത്തപ്പെട്ടേക്കാമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പഠിച്ചവൻ യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും തീരത്തെത്തി. എന്തിനാ യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും തീരത്തെത്തിയത്? ഒരിക്കലും ഉറവ പറ്റാത്ത 5 നദികളുണ്ട്. 5 നദികൾ, ലോകത്തുള്ള 5 നദികൾ സ്വർഗത്തിന്റെ വിഭവമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് യൂഫ്രട്ടീസ്, ടൈഗ്രീസ്, അതുപോലെ തന്നെ നൈൽ, അതുപോലെ തന്നെ ജയ്ഹൂൻ, സൈഹൂൻ, ഇങ്ങനെ തുടങ്ങുന്ന 5 നദികൾ ലോകത്ത് സ്വർഗത്തിന്റെ വിഭവമായി എത്തിയതാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വിശദീകരിക്കുന്നില്ല. വെള്ളത്തിന്റെ വിലയും ഉളൂഇന്റെ കൂടെ നമുക്കൊരു ബോധം ഉണ്ടാവണം എന്ന് പറയാനാണ്. ടാപ്പ് ഇങ്ങനെ തുറന്നുവിടാം. ചില സ്ത്രീകൾ തുണി അലക്കാൻ ചെന്ന് കഴിഞ്ഞാൽ സുബ്ഹാന റബ്ബി, ഒരു നയാഗ്ര വെള്ളച്ചാട്ടം പോലെ അവരിങ്ങനെ അങ്ങ് ടാപ്പ് തുറന്നിട്ട് ഒരു ജാതി വസ്വാസാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദുആ എന്റെ ഉമ്മത്തെ നമ്മൾ പഠിക്കണം. അൽഹംദുലില്ലാഹില്ലദീ സഖാന അദ്ബൻ ഫുറാതൻ ബിറഹ്മതിഹി വലം യജ്അൽഹു
മിൽഹൻ ഉജാജ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ദുആരക്കും. വെള്ളം കുടിച്ചാൽ ദുആരക്കും വരുന്നു. അല്ലാഹുവേ സഖാന, നിനക്ക് സ്തുതി പറയട്ടെ, നീ ആരാ? ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തന്നു. അഅ്ദബൻ ഫുറാത്തൻ, ശുദ്ധമായ തണുത്ത വെള്ളം ഞങ്ങൾക്ക് നീ തന്നു. ബിറഹ്മതിഹി, റബ്ബേ നിന്റെ കാരുണ്യം കൊണ്ടാണത്. വലം യജഅൽഹു മിൽഹൻ ഉജാജ, കട്ടിയുള്ള ഉപ്പായി ഈ വെള്ളത്തെ നീ മാറ്റിയില്ലല്ലോ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിവെള്ളത്തിന്റെ ബോധം ലോകത്ത് ഉണ്ടാവണമെന്ന് എല്ലാ ഉളൂവിലൂടെയും പഠിപ്പിച്ചു കൊടുക്കാം. എല്ലാ ഒളുവിലൂടെയും കുളിയിലൂടെയും ഇതിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാം. ഈ ഒരു ബോധം നമുക്കുണ്ടാവണം. വെള്ളം അമൂല്യമാണ്. ഒളു എടുക്കുമ്പോ ഇങ്ങനെ അൽഹംദുലില്ലാഹ് അല്ലദീ ജഅലൽ മാഅ തഹൂറ, ഞാൻ ഈ ഒളു എടുക്കുന്ന വെള്ളത്തെ എനിക്ക് ഒളു എടുക്കാൻ ഇവിടെ എത്തിച്ചു തന്ന, ഇതിന്റെ യോഗ്യതയിൽ എനിക്ക് എത്തിച്ചു തന്ന റബ്ബേ നിനക്ക് സ്തുതി എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല, വെറും വാക്കല്ലാതെ. അപ്പൊ ഒളുവിന്റെ വിഷയത്തിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങൾ ഓർമ്മ ഉള്ളതിനോടുകൂടെ ഒളുവിലേക്ക് നമുക്ക് കടന്നു വരാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയതിന്റെ ബാക്കി പറയുന്നു. ഒളുഇൽ നമ്മൾ പല സന്ദർഭങ്ങളിലും നമ്മൾ ഒളുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് പുണ്യമായി, വളരെ സുന്നത്തുള്ളതായി ഹദീസുകളിൽ നിന്നും ഫിഖഹിന്റെ കിതാബുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരു പ്രധാന ഘട്ടമാണ് ഉറങ്ങുന്ന നേരം. അത് പകലാണെങ്കിൽ പോലും ഞാനത് വിശദീകരിക്കുന്നുണ്ട്. ഉറങ്ങുമ്പോൾ ഉളു സുന്നത്താണ്. എത്രത്തോളം സുന്നത്താണ്? ശക്തമായ സുന്നത്താണ്. ഉളു ചെയ്തിട്ട് ഉളുവോട് കൂടെ നമ്മൾ ഉറങ്ങുക എന്നത്, അപ്പോൾ പല്ല് തേക്കുക എന്ന ഉളുവിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടുന്ന ആ കർമ്മത്തെയും നമ്മൾ അതിന്റെ കൂടെ കൊണ്ടുവരണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഉറങ്ങുന്ന നേരം ഉളുവോട് കൂടെ ഉറങ്ങുക എന്നത് സുന്നത്താണ്. അപ്പൊ ഒരു ചോദ്യം, ഉസ്താദെ ഉറങ്ങിയ ഉളു മുറിയില്ലെന്ന്. മുറിഞ്ഞോട്ടെ, ഉളുവോട് കൂടെ കിടക്കാനാ പറഞ്ഞിട്ടുള്ളൂ. ഉറങ്ങുക എന്നത് അള്ളാന്റെ നിയന്ത്രണത്തിലുള്ള കാര്യമാണ്. ഉളുവോട് കൂടെ ഉറങ്ങുക. ഉളുവോടുകൂടെ ഉറങ്ങുമ്പോൾ എന്താണ് അതിന് കിട്ടുന്ന കൂലി എന്നറിയുമോ? ഉളുവോടുകൂടെ ഉറങ്ങുന്ന മനുഷ്യന് രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലിയും പകല് മുഴുവൻ നോമ്പെടുത്ത കൂലിയും ഉണ്ടെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ജാമിഉ സഗീറിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഉളുവോടുകൂടെ ഉറങ്ങുന്നവന് പകല് മുഴുവൻ നോമ്പെടുത്ത കൂലിയും രാത്രി നിന്ന് നിസ്കരിച്ച കൂലിയുമുണ്ട്. നമുക്ക് നോക്കാം. ഉളു സുന്നത്തുള്ള ഒരു 15 സന്ദർഭങ്ങൾ പറയാം. ഉളു സുന്നത്തുള്ള 15 സന്ദർഭങ്ങൾ പറയാം. നമുക്ക് എപ്പോഴൊക്കെയാണ് ഉളു വേണ്ടത്? ഉളു പുണ്യകർമ്മമാണ്, നിസ്കരിക്കാനൊക്കെ നിർബന്ധമായ ഉളു വേണം. എന്നാൽ ഉളു സുന്നത്തുള്ള ഒരു 15 സന്ദർഭങ്ങളുണ്ട് പറയാം. ഉളു എപ്പോഴും നല്ലതാണ്, എപ്പോഴും ദായിമുൽ ഉളു നല്ലതാണ്, സുന്നത്താണ്. എന്നാൽ പ്രത്യേകം സുന്നത്തുള്ള ഒരു 15 സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യാം. മുസഹഫ് തൊടാനല്ല. മുസഹഫ് തൊടാൻ ഉളു സുന്നത്തുള്ള നിർബന്ധമാണ്. ഖുർആൻ കാണാതെ ഇരുന്ന് പാരായണം ചെയ്യാൻ ഒരാൾ, എന്നാൽ അയാൾക്ക് ഉളു സുന്നത്താണ്. ഖുർആൻ കാണാതെ പാരായണം ചെയ്യുന്ന ആൾക്ക്, ഇനി കണ്ടാണെങ്കിലും മുസഹഫ് തൊടുന്നില്ല, അങ്ങനെ പാരായണം ചെയ്യുന്ന ആൾക്ക്, ഖുർആൻ പാരായണം ചെയ്യുന്ന ആൾക്ക് ഉളു സുന്നത്താണ്. രണ്ടാമത്, ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരാളാണ് എങ്കിലും ഉളുവോടുകൂടെ ഖുർആൻ കേട്ടിരിക്കുക എന്നത് സുന്നത്താണ്. മൂന്നാമത്തേത്, ഫിഖ്ഹ്, തഫ്സീർ, ഹദീസ് പോലെയുള്ള ശർഈയായ ഇൽമ് പഠിക്കുന്ന നേരത്ത് ഉളു സുന്നത്താണ്. നാലാമത്തേത്, സഫാ മർവയുടെ ഇടയിലൂടെ ഒരാൾ നടക്കുന്നുവെങ്കിൽ അയാൾക്ക് ഉളു സുന്നത്താണ്. പിന്നെയോ നമ്മൾ സാധാരണ ചൊല്ലി ഇത്രയും 15 സുന്നത്തുകളെ ഉള്ളൂ എന്നല്ല കേട്ടോ ഇതിനുള്ള അർത്ഥം. ധാരാളം സന്ദർഭങ്ങളുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുത്ത ചില ഫിഖ്ഹി മസ്അലകളിൽ നിന്നും കണ്ടെത്തിയ മഹാന്മാര് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു 15 സന്ദർഭങ്ങൾ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നതാണ്. സഫാ മർവയുടെ ഇടയിൽ നടക്കുമ്പോൾ ഉളു സുന്നത്താണ്. അഞ്ചാമത്തേത്, നമ്മുടെ ഔറാദുകളൊക്കെ കഴിക്കാറുണ്ടല്ലോ, സ്ഥിരം നമ്മൾ ചൊല്ലുന്ന ദിക്റുകളും സലാത്തുകളും ഒക്കെ ചൊല്ലുന്ന, പതിവായി ചൊല്ലിപ്പോരുന്ന ആ കാര്യങ്ങൾ ചൊല്ലുമ്പോ ഉളു ഉണ്ടാവൽ സുന്നത്താണ്. ആറാമത്തേത്, നമ്മളൊരു ഖബർ സിയാറത്തിന് പോകുന്നുവെങ്കിൽ ഉളു സുന്നത്താണ്. ഏഴാമത്തേത്, പള്ളിയിൽ കടക്കണം. വേറൊന്നിനല്ല, നമ്മുടെ മൊബൈൽ അവിടെ മറന്നു വെച്ചു, അത് എടുക്കാൻ പോവാണ്. അപ്പൊ വീട്ടിൽ വന്നപ്പോഴും ഓർത്തത്, ഒരു ഉളു എടുത്തിട്ട് പോവാ. പള്ളിയിലേക്ക് കടക്കണമെങ്കിൽ ഉളു സുന്നത്താണ്. ഉളു സുന്നത്താണ്. എട്ടാമത്തേത്, ഉറങ്ങുന്ന നേരത്ത് ഉളു സുന്നത്താണ്. ഉറക്കം രാത്രിയാവട്ടെ പകലാവട്ടെ, കിടന്നാവട്ടെ ഇരുന്നുറങ്ങാണ്. ഒരാൾ ആ ഇരുന്നാണ് ഉറക്കം നടക്കുള്ളൂ. എന്നാൽ ഉളൂല് ഉറക്കം നടക്കുക, ഇരുന്നാണ് ഉറക്കം നടക്കുക എന്നെങ്കിൽ ഇരുന്നിട്ട് ഉറങ്ങാനാണെങ്കിൽ പോലും ഉളു എടുത്തിട്ട് പോവല് സുന്നത്താണ്. പിന്നെ പ്രഭാഷണം പറയാൻ ഉളു സുന്നത്താണ്. പ്രസംഗം പറയാൻ ഉളു സുന്നത്താണ്. അതുപോലെ തന്നെ ഇൽമ എഴുതാൻ ഉളു സുന്നത്താണ്. അതുപോലെ തന്നെ മയ്യത്ത് ചുമക്കാൻ ഉദ്ദേശിക്കുന്നവരെ മയ്യത്ത് കട്ടിലെ പിടിക്കണം. എന്നാൽ ഉളു ഉണ്ടെങ്കിൽ ആ മയ്യത്ത് കട്ടിലെ പിടിച്ച് ചുമന്നുകൊണ്ട് പോവാൻ
ഉദ്ദേശിക്കുന്ന ആള് ഒളു എടുത്തിട്ട് അത് പിടിക്കുക, മയ്യത്ത് താഴെ ഇറക്കി വെച്ച ശേഷവും പിന്നെ ഒളു എടുക്കുക. അങ്ങനെ മയ്യത്ത് കട്ടിൽ എടുക്കാൻ നേരത്ത് മയ്യത്ത് ചുമക്കാൻ ഉദ്ദേശിച്ചാലും ചുമന്ന് കഴിഞ്ഞ് കൊണ്ടുവന്ന് വെച്ച ശേഷവും ഈ രണ്ട് സന്ദർഭത്തിലും ഒളു സുന്നത്താണ്. 11 പറഞ്ഞു. 12 കളവ്, ഗീബത്ത്, നമീമത്ത്, ചീത്ത, മറ്റുള്ളവരെ പറ്റിയുള്ള അപവാദങ്ങൾ, ഇതൊക്കെ നമ്മുടെ വായിൽ പടച്ചോൻ പൊറുക്കട്ടെ, അങ്ങനെ വരാതെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, ഇങ്ങനെയൊക്കെ നമ്മുടെ വായിൽ വന്നു പോയി നോക്കാം. അള്ളാഹുവിനോട് പൊറുക്കൽ തേടാം. അതോടൊപ്പം തന്നെ പെട്ടെന്ന് പോയി ഒരു ഒളു എടുത്ത് അതൊക്കെ ഒന്ന് വൃത്തിയാക്കൽ നല്ലതാണ്, അത് സുന്നത്താണ്. അപ്പൊ 12 അങ്ങനെ. ഗീബത്തും നമീമത്തും നുണയും പറഞ്ഞിട്ട് ഒളു എടുത്താൽ എല്ലാം മാറി എന്നല്ല അതിനർത്ഥം. അങ്ങനെ പറഞ്ഞവര് ഇതെങ്കിലും ചെയ്തിരിക്കണം, സുന്നത്താണ്. 13 മുടി വെട്ടിക്കഴിഞ്ഞാൽ വന്ന ഒളു എടുക്കണം. മീശ വെട്ടിക്കഴിഞ്ഞാൽ ആണുങ്ങളെ നമ്മൾ ഒളു എടുക്കൽ സുന്നത്താണ്. 14 ദേഷ്യം പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ഒളു എടുക്കൽ സുന്നത്താണ്. 15 മൃഗങ്ങളുടെയൊക്കെ ഗുഹ്യഭാഗങ്ങളിൽ തൊടേണ്ടി വന്നാൽ, വല്ല ഡോക്ടറായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലുള്ള വളർത്തു മൃഗത്തിന് എന്തെങ്കിലും ഒരു രോഗം വന്നപ്പോൾ മരുന്ന് വെച്ചതായിരിക്കാം, എങ്ങനെയോ അവിടെ സ്പർശിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒളു സുന്നത്താണ്. ഇങ്ങനെ 15 സന്ദർഭങ്ങളിൽ ഒളു സുന്നത്തായി മഹാന്മാര് ധാരാളം പറഞ്ഞതിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന സാധാരണ കാണുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഓർമ്മപ്പെടുത്തിയത്. ഇനി ഇതല്ലാത്ത ചില സന്ദർഭങ്ങളിൽ നമ്മളിൽ പലരും ഒളു എടുക്കുന്നത് കാണുന്നുണ്ട്. നിരുത്സാഹപ്പെടുത്തുന്നില്ല, അത് സുന്നത്തില്ലാത്തൊരു നേരാണ്, എന്നാലും ഒളു എടുത്തോട്ടെ, അത് പറയേണ്ടതില്ല, എന്നാലും ഒന്ന് പറയാണ്. നിക്കാഹിന് സാധാരണ പുതിയാപ്പിള ചെറുക്കൻ ഒളു എടുത്തിട്ട് വരുന്നത് കാണാറുണ്ട്. അത് നിക്കാഹിന് വേണ്ടിയിട്ട് ഒളു വേണ്ട, നിക്കാഹിന് വേണ്ടി ഒരു ഒളു എടുക്കൽ സുന്നത്തില്ല. പിന്നെ ഇത് എതിർക്കാത്ത എന്താന്ന് വെച്ചാൽ എന്നാലെങ്കിലും അവനൊരു ഒളു എടുക്കട്ടെ എന്ന് ഓർത്തിട്ടാ. പിന്നീട് നമ്മൾ ചില ആൾക്കാര് യാത്ര പോവാണെങ്കിൽ ഒളു എടുക്കും. യാത്ര പോവാൻ ഒളു സുന്നത്തില്ല. യാത്രയിൽ നിസ്കരിക്കാനോ മറ്റോ സൗകര്യത്തിനോ അല്ലെങ്കിൽ യാത്രയിൽ വെച്ചോളം മരണപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അന്നേരം ആ ഒളു ഉപകാരപ്പെടാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. യാത്രയിൽ വരുന്ന ഒളു യാത്രക്കായിട്ട് സുന്നത്തില്ല. ഒളു എടുക്കാൻ വിരോധമില്ല, യാത്രക്ക് വേണ്ടി ഒരു സുന്നത്തായ ഒളു കാണപ്പെടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാരുണ്ട്, പുതിയ വസ്ത്രം വാങ്ങിക്കഴിഞ്ഞാൽ ധരിക്കാൻ നേരത്ത് ഒരു ഒളു, അങ്ങനെ വസ്ത്രം ധരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒളു, അങ്ങനെയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ പറയുന്നു. അപ്പൊ നിക്കാഹിന് വേണമെങ്കിൽ ഒളു എടുക്കാം. നിക്കാഹിനായിട്ടൊരു ഒളു ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ, എടുക്കണ്ടെന്നല്ല അതിനർത്ഥം. അതുപോലെ തന്നെ യാത്രക്ക് വേണ്ടിയിട്ട് ഒരു ഒളു സുന്നത്തില്ല. യാത്രക്ക് ഒളു എടുക്കണോണ്ട് വിരോധമല്ല, മറ്റു പല ആവശ്യങ്ങളും യാത്രയിൽ നടക്കും. യാത്ര ചെയ്യുമ്പോൾ ഇന്നാ അൻസൽനാഹു സൂറത്ത് യാത്രയിൽ ഓതാവുന്നതല്ലേ, ഖുർആനല്ലേ. അപ്പൊ യാത്രയിൽ ആ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് ഒളു എടുക്കാം. യാത്രയിൽ നമ്മൾ ചിലപ്പോൾ മറ്റു പലതും ഓതാനും ചൊല്ലാനും ഒക്കെ ഉണ്ടാവും, യാത്രയിൽ ഇരുന്ന് ചൊല്ലുന്നവരുണ്ടാവും, അതിന് ഒളു എടുക്കാം. യാത്രയിൽ ഒരു പക്ഷേ പോകുന്ന വഴിയിൽ നിസ്കരിക്കാൻ പറ്റും, ആ ഒളു നല്ലതാണ്. അങ്ങനെയൊക്കെ ഉള്ള മറ്റു ആവശ്യങ്ങൾക്കായി യാത്രയിൽ ഒളു എടുക്കാം എന്നല്ലാതെ യാത്രക്കാരൻ ഒളു എടുക്കൽ സുന്നത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു നിയമം കാണപ്പെടുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതോടനുബന്ധമായി നമ്മളൊന്ന് ചിന്തിച്ചാൽ, ആലോചിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരപ്പെടും. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.